ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തതിനു ശേഷം ഓരോ ദിവസവും കേന്ദ്ര സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെ രൂക്ഷമായ കൂരമ്പുകളാണ് ദേശത്തു നിന്നും വിദേശത്തു നിന്നും വരുന്നത്. സത്യം പറഞ്ഞാൽ മോദി സർക്കാർ അസ്വസ്ഥരായിരിക്കുകയാണ്. ഒരു പുലിവാലി പിടിച്ച അവസ്ഥയിലേക്കാണ് കേജ്രിവാളിന്റെ അറസ്റ്റിന്റെ ബാക്കി സംഭവങ്ങൾ, അതിന്റെ തുടർ നടപടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെവിടെ ചെന്നെത്തുമെന്ന് നമ്മൾ കാത്തിരുന്നു കാണേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ജർമ്മനി പ്രതികരിച്ചതിന് പിന്നാലെ അന്തർദേശീയ തലത്തിൽ, അന്തർദേശീയ രംഗത്ത് ജർമ്മനി പ്രതികരിച്ചതിന് പിന്നാലെ ഇന്ന് അമേരിക്കയും US ഗവൺമെന്റും പ്രതികരിച്ചിരിക്കുന്നു. ജർമ്മനി 2 ദിവസം മുമ്പ് പറഞ്ഞ ജർമ്മൻ നയതന്ത്ര പ്രതിനിധി പറഞ്ഞതിന് സമാനമായ ചില വാചകങ്ങളാണ് അമേരിക്കയും പ്രതികരണമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് രണ്ടും നമ്മൾ കൂട്ടി വായിക്കുക. അപ്പോൾ ജർമ്മനിയുടെ പ്രതികരണം വന്നപ്പോൾ ജർമ്മനിയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥനെ എംബസിയിൽ വിളിച്ചു വരുത്തി, ഡൽഹിയിൽ എംബസിയിൽ നിന്ന് വിളിച്ചു വരുത്തി ഇന്ത്യയുടെ അതിർത്തി അറിയിച്ചിരുന്നു കേന്ദ്ര സർക്കാർ. പക്ഷെ അതുപോലും വകവയ്ക്കാതെയാണ് അമേരിക്കൻ ഗവൺമെന്റ്, US ഗവൺമെന്റ് പുതിയ പ്രതികരണം ഇറക്കിയിരിക്കുന്നത്. അതെന്താണ്? രണ്ടും സമാനമാണ്, ജർമ്മനിയുടെയും അമേരിക്കയുടെയും. അതായത് എൻഷുർ, ഉറപ്പുവരുത്തുക, എ ഫെയർ, ട്രാൻസ്പെറൻറ്റ് ആൻഡ് ടൈംലി ലീഗൽ പ്രോസസ്. ആ 3 വാക്കുകൾ പ്രധാനമാണ്. എൻഷുർ, ഉറപ്പാക്കുക; FIR, വളരെ മാന്യമായ, സുതാര്യമായ; ട്രാൻസ്പെറൻറ്റ്, സുതാര്യമായ, വളരെ നീതിപൂർവമായ; ആൻഡ് ടൈംലി, വൈകാതെയുള്ള ലീഗൽ പ്രോസസ്സ് ഇതിനകത്ത് നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആൻഡ് എൻഷുർ ദാറ്റ് എന്നാണ് അമേരിക്ക. അത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് നരേന്ദ്രമോദി സർക്കാരിന് അത്ര ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ജർമ്മനിയുടെ ഡിപ്ലോമാറ്റിനെ വിളിച്ചു വരുത്തിയതുപോലെ, അതിർത്തി അറിയിച്ചതുപോലെ അമേരിക്കൻ ഡിപ്ലോമാറ്റിനെ വിളിച്ചു വരുത്തി മോദി ഗവൺമെന്റ് അതിർത്തി അറിയിക്കുമോ എന്നാണ് ഇനി അറിയാനിരിക്കുന്നത്. ഇതുവരെ ഒരു പ്രതികരണവും വന്നിട്ടില്ല. ഇന്നുവരെ. നാളത്തെ കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് മോദി സർക്കാർ ഇതിനോട് പ്രതികരിക്കുക, റെസ്പോൺസ് എന്താണ് നമുക്ക് ആലോചിക്കാം. ചെറിയ കാര്യമില്ല. ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ അമേരിക്കയാണ് ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. കേജ്രിവാളിന് ടൈംലി ലീഗൽ പ്രോസസ്സ് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യയെ അപമാനിക്കലോ, ഇന്ത്യയുടെ സോവർണിറ്റിയിലെ നമ്മുടെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമോ എന്നൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കാരണം മറ്റൊരു രാജ്യത്ത് ഇതേപോലെ നീതി നിർവഹണം നടന്നില്ലെങ്കിൽ നമ്മളും അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അത്തരം വാക്കുകളൊക്കെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെ ഇന്ത്യക്കെതിരെ ഒരു നീക്കം എന്നോ അങ്ങനെയൊന്നും, ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതോ എന്നൊന്നും നമുക്ക് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. നീതിയും ധർമ്മവും നീതിന്യായ കാര്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും പാലിക്കപ്പെടണം എന്ന് മാത്രമേ എല്ലാവരും ആവശ്യപ്പെടുന്നുള്ളൂ. നമ്മൾ നിരന്തരം അത് മറ്റു രാജ്യങ്ങളോട് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊരു കൊടുക്കൽ വാങ്ങലായിട്ട് ഇതിനെ നമ്മൾ കണ്ടാൽ മതി, ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി. അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇനി ഈ ഡൽഹി കോടതിയിലെ ഏറ്റവും പ്രധാന സംഭവം, ഡൽഹി കോടതി കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയുള്ള പെറ്റീഷൻ സ്വീകരിച്ചിട്ട് നാളെ രാവിലെ 10:30 അതിന്റെ ഹിയറിംഗ് വെച്ചിരിക്കുകയാണ്. നാളെ ഡൽഹി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇതിനകത്ത് എന്ത് പറയുമെന്നത് നിർണായകമാണ്. നാളെ അത് പരിഗണിക്കുമെന്നാണ് ഇന്ന് ഏറ്റവും ഒടുവിലത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ന്യൂസ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ മറ്റൊരു പ്രധാന സംഭവം ഇന്ന് കേജ്രിവാളുമായി ബന്ധപ്പെട്ട് വന്നത്, ഡൽഹിയിലെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരാളായ അദിതി മർലാന ഇന്ന് പറഞ്ഞൊരു കാര്യമാണ്. നരേന്ദ്രമോദി ഭയപ്പെടുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന ആശയത്തെയാണ്. ഒരു കേജ്രിവാളിനെ പിടിച്ച് ജയിലിലടച്ചാലും 1000 കേജ്രിവാൾമാർ ഈ രാജ്യത്തുണ്ടാകും എന്നാണ് അദിതി, ഡൽഹിയിലെ മന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഡൽഹി സംസ്ഥാനത്തെ അദിതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? മോദി എന്താ ഭയപ്പെടുന്നത് ഇത്ര? അപ്പൊ അരവിന്ദ് കെജ്രിവാൾ ഒരു വ്യക്തി മാത്രമല്ല, അതൊരു ആശയമാണെന്നുള്ള ഒരു പ്ലക്കാർഡാണ്, ഒരു കാമ്പയിനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അഴിച്ചുവിട്ടിരിക്കുന്നത്. സർവ്വ സോഷ്യൽ മീഡിയയിലും അല്ലാതെ നേരിട്ടും ജനങ്ങളിലേക്ക് ഈ രാജ്യം മുഴുവൻ ഈ മെസ്സേജ് എത്തിക്കുമെന്നാണ് അദിതിയും APPയും ആം ആദ്മി പാർട്ടിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനെ കൗണ്ടർ ചെയ്യാന്ന് പറയുന്നത് മോദി സർക്കാരിന്, കേന്ദ്രത്തിലെ BJP
ഗവൺമെന്റിനുമൊക്കെ വലിയൊരു തലവേദനയാണ്. ഞങ്ങളിവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തു പറ്റി നരേന്ദ്രമോദിക്കും BJP സർക്കാരിനും? കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണെന്നും നമുക്കൊരു 400 സീറ്റ് കിട്ടുമെന്നും അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് അധികാരം പിടിച്ചെടുക്കുമെന്നും ഒക്കെ വീമ്പിളക്കിയ നരേന്ദ്രമോദിയും BJPയും എന്റെ അവസാന ഘട്ടത്തിൽ 2 മണ്ടത്തരങ്ങൾ കാണിച്ചത്? ഒന്ന്, കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. 115 കോടി രൂപ നീക്കി വെച്ചിട്ട് ബാക്കി മാത്രമേ എടുക്കാവൂ എന്ന ഘട്ടത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചു. അത് 10 കൊല്ലം മുമ്പുള്ള ഒരു കേസിൽ, അതായത് ഇത് നികുതി അടയ്ക്കാൻ വൈകി എന്നൊരു കാരണം വെച്ചിട്ട് തന്നെ, നികുതി പിന്നെ അടച്ചു, പക്ഷെ അടയ്ക്കാൻ വൈകി എന്ന കാരണം വെച്ചിട്ടാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ED നിർദ്ദേശം നൽകി മരവിപ്പിച്ചത്. ഫലത്തിൽ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് മെഷീനറിക്ക് പണമില്ല. പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഇപ്പൊ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു തുടങ്ങി, ഞങ്ങളുടെ പാർട്ടിക്ക് പണമില്ല, ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അപ്പൊ BJP ഗവൺമെന്റ് ചെയ്തത് എന്തൊരു പാതകമാണെന്ന് ആലോചിക്കണം. ഒരു പഴയ കേസ് പൊക്കിയെടുത്തിട്ട് അത് നികുതി അടയ്ക്കാൻ ഡേറ്റ് വൈകി, നമ്മൾ കറണ്ട് ബില്ല് അടച്ചു കഴിഞ്ഞാൽ, അടയ്ക്കാൻ വൈകിയാൽ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫൈൻ ഡേറ്റ് ഉണ്ട് അല്ലേ? ടെലിഫോൺ ബില്ലാണേലും കറണ്ട് ബില്ലായാലും പിന്നെ ഫൈൻ ഇത്രാം തീയതി വരെ ഒരു ഇതുണ്ട്. അത് ഫൈൻ അടച്ചിട്ട് നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കാം. അതും കഴിഞ്ഞാൽ പിന്നെ ഡിസ്കണക്ഷൻ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർ KSBക്കാർ വന്ന് ഫ്യൂസ് വരും. സ്വാഭാവികം. അപ്പോഴും നമ്മളിത് പിഴയടച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വൈദ്യുതി തരും എന്ന് പറഞ്ഞ പോലെയാണ് ഈ കേസ്. അതായത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കണക്കുകൾ, കാര്യങ്ങൾ, നികുതി അടയ്ക്കേണ്ടുന്ന പണം, ഈ കിട്ടുന്ന സംഭാവന എന്നൊക്കെ പറഞ്ഞ് അതിന് ഡേറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈകിയെന്നിരിക്കും. അതിൻ്റെ പേരിൽ സീതാറാം കേസരി പാർട്ടി ട്രഷറായിട്ടിരുന്ന കാലത്ത് 10-12 കൊല്ലം മുമ്പുള്ള ഒരു കേസ് പൊക്കിയെടുത്തിട്ട് ED അത് പൊക്കിയെടുത്തിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. നരേന്ദ്രമോദി സർക്കാർ കാണിച്ച ആദ്യത്തെ മണ്ടത്തരമാണ്. ഇലക്ഷൻ പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ കാണിച്ച ഫസ്റ്റ് ബ്ലണ്ടർ അതായിരുന്നു. ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കുമെന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. 2, ഏറ്റവും വലിയ ആനമണ്ടത്തരം കാണിച്ചത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്തു മോദി സർക്കാരെ, അല്ലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഈ കേന്ദ്ര ഗവൺമെന്റ് എന്തേ ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും, ഒരു സംശയവും വേണ്ട. കാര്യങ്ങൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. BJP ചെയ്തു കൂട്ടിയ 2 കാര്യങ്ങൾക്ക്: കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും. ഇനിയും അടുത്ത മണ്ടത്തരങ്ങൾ കാണിക്കാൻ നിൽക്കണ്ട. പിന്നെയും നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നഗ്നരായിക്കൊണ്ടേയിരിക്കും. അതാണിപ്പോൾ വന്നിരിക്കുന്നത്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മോദി സർക്കാരിനെതിരെ വരുന്ന ഈ വിമർശനങ്ങൾ, ഈ കേസുകളിൽ, പ്രത്യേകിച്ചും കേജ്രിവാൾ കേസ്. അപ്പൊ അത് അവര് പറയുന്നതാണ്. AAP പറയുന്നത് അരവിന്ദ് കേജ്രിവാൾ ഒരു ആശയമാണ്, മോദി അതിനെ ഭയപ്പെടുന്നു. അതാണ് ഞങ്ങളുടെ സന്ദേശം ജനങ്ങളിലേക്ക്. അത് ഏറ്റവും വലിയൊരു കാമ്പയിനാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അത് ജനങ്ങളുമായിട്ട് വളരെ വേഗം സംവദിക്കുന്ന ഒരു കാമ്പയിനാണ്. അവിടെയാണ് BJPയുടെ കണക്കുകൂട്ടൽ, നരേന്ദ്രമോദിയുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ച രീതിയിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ലെന്ന്, കൺസേൺ ഉണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ന് പുറത്തു വന്നു. അതായത് ആദ്യം പറഞ്ഞത്, സുപ്രീം കോടതി പറഞ്ഞത്, ഈ കേസ് കേട്ട സുപ്രീം കോടതി പറഞ്ഞത്, ഇപ്പൊ തൽക്കാലം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ 2 പേരെ പുതുതായി നിയമിച്ചത് ഞങ്ങൾ റദ്ദാക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന് പറഞ്ഞ കാരണം സുപ്രീം കോടതി, അതാണ് സുപ്രീം കോടതിയുടെ വിവേകം എന്ന് പറയുന്നത്. അതിന് പറഞ്ഞ കാരണം, തെരഞ്ഞെടുപ്പ് ലോക്സഭ ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. ഈ സമയത്ത് ഈ നിയമനത്തെ ഞങ്ങൾ റദ്ദാക്കിയാൽ അത് ഒരു ടോട്ടൽ കെയോസ്, ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഉണ്ടാക്കും, പ്രത്യേകിച്ച് ഇലക്ഷനിൽ ഉണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ ഈ നിയമനം റദ്ദാക്കുന്നില്ല എന്നാണ് ഇതിനെതിരെ വന്ന ഹർജികളിൽ സുപ്രീം കോടതിയുടെ ബെഞ്ച് പറഞ്ഞത്. അതാണ് നിയമ വാഴ്ച എന്ന് പറയുന്നത്. പക്ഷേ ആ വിധിയുടെ ഫുൾ പകർപ്പ് പുറത്തു വന്നപ്പോൾ അതിനകത്ത് അവര് ഈ ഇലക്ഷൻ കമ്മീഷണർമാരുടെ നിയമനം റദ്ദാക്കിയില്ലെങ്കിലും ഈ 2 പേരുടെ ആ വിധിയിൽ സുപ്രീം കോടതിയുടെ കൺസേൺ കൃത്യം പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ അത് നല്ല ഒന്നാന്തരം കേസായിട്ട് മോദി സർക്കാരിനെതിരെ
നിലവിലുള്ള സർക്കാരിനെതിരെ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് സുപ്രീം കോടതിയുടെ കൺസേൺ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊന്നും ദേശീയ മാധ്യമങ്ങളിലോ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളിലോ വരത്തില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് വിളിച്ചു പറയുന്നത്. എന്താണ് കോടതിയുടെ വിധിയിൽ പറയുന്നത്, അതിന്റെ വേഡിങ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ, മുഖ്യ കമ്മീഷണറെയും മറ്റ് രണ്ടുപേരുടെയും നിയമനത്തിന് നിലവിൽ തീരുമാനിച്ച സമിതിയെ അട്ടിമറിച്ചു നരേന്ദ്രമോദി സർക്കാർ. ഞങ്ങൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രധാനമന്ത്രിയും ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന 3 അംഗ സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിശ്ചയിക്കേണ്ടത്. ഒരു ലിസ്റ്റിൽ നിന്ന് ഒരു ലിസ്റ്റ് ആദ്യം ഉണ്ടാവണം. അതിനൊരു കമ്മിറ്റി നിയോഗിക്കും, വിദഗ്ധരുടെ. ആ കമ്മിറ്റി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്തം ഈ 3 അംഗ സമിതിക്കാണ്. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇതിനെ അട്ടിമറിച്ചിട്ട് ചീഫ് ജസ്റ്റിസിന്റെ റോൾ എടുത്തു കളഞ്ഞിട്ടാണ് വളഞ്ഞ വഴിയിൽ കൂടെ ഇതിന് ഭേദഗതി ചെയ്തിട്ടാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയും ക്യാബിനറ്റിലെ ഒരു മന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവും മതിയെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭരണ പാർട്ടിയുടെ 2 പേര് കൂടി തീരുമാനിച്ചാൽ മതി. പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിന് യാതൊരു റോളുമില്ല. അതേസമയത്ത് ഇതിനകത്ത് സുപ്രീം കോടതി ചീഫ് CJ ഉണ്ടെങ്കിൽ ഈ നിയമനം അട്ടിമറിക്കാനും കുറെ കൂടെ സ്വതന്ത്രമായ കമ്മീഷണർമാരെ വെക്കാനും ഈ സമിതിക്ക് കഴിയുമായിരുന്നു. അവിടെയാണ് ജനാധിപത്യത്തെ കൊലയ്ക്ക് കൊടുക്കുന്ന സമീപനം, അട്ടിമറിക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ എടുത്തത്. അവിടെയാണ് സുപ്രീം കോടതി കൺസേൺ. ഞങ്ങളിത് വിട്ടിട്ടില്ല, ഞങ്ങൾ പിടിക്കും എന്നാണ് സുപ്രീം കോടതിയുടെ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണത്? ഈ കേസിലെ ലോക്സഭയിലെ കോൺഗ്രസിന്റെ നേതാവ് അധീർ രഞ്ജൻ ചൗധരി കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, ദ ഷോർട്ട് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്, ഈ 2 പേർക്കുള്ള ഷോർട്ട് ലിസ്റ്റ് was not made available to him in advance. ഈ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാവിന് അഡ്വാൻസ് ആയിട്ട് ഈ ലിസ്റ്റ് കൊടുത്തിട്ടില്ല. കൊടുക്കാതെ എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് പഠിക്കാൻ സമയം കിട്ടുക? ഇത് സുപ്രീം കോടതിയുടെ വിലയിരുത്തലാണ്. ആ കേസിൽ 212 ആപ്ലിക്കേഷൻസ് ആണ് ഈ ഫൈനൽ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. 212 നിന്ന് 2 പേരെ എടുക്കണം. അപ്പൊ ഈ ലിസ്റ്റ് പഠിക്കാൻ ഈ പ്രതിപക്ഷ കോൺഗ്രസ് നേതാവിന് സമയം വേണ്ടേ? അതെന്തേ കൊടുക്കാഞ്ഞത് എന്നാണ് സുപ്രീം കോടതി ബെഞ്ച് ചോദിച്ചത്. അപ്പൊ ബെഞ്ച് സജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങിയ 2 അംഗ ബെഞ്ചാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ വി എക്സ്പ്രസ് അവർ കൺസേൺ, സുപ്രീം കോടതിയുടെ വേഡിങ് വിധിയിലെ, അല്ലാതെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന വാചകമല്ല. വി എക്സ്പ്രസ് അവർ കൺസേൺ ഓൺ ദ പ്രൊസീജിയർ അഡോപ്റ്റഡ് ഫോർ സെലക്ഷൻ ടു സിഗ്നിഫിക്കന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്. അതായത് ഞങ്ങളുടെ കൺസേൺ ഞങ്ങൾ കോടതിയുടെ ബെഞ്ച് ഇവിടെ ഈ വിധിയിൽ പറയുകയാണ്. പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്തത് ശരിയായിട്ടില്ല. ഫുൾ ഡീറ്റെയിൽസ് സർക്കുലേറ്റ് ചെയ്യപ്പെടണമായിരുന്നു ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദ സെലക്ഷൻ കമ്മിറ്റി. സെലക്ഷൻ കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും ഈ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സിന്റെ അവരുടെ എല്ലാ വിവരങ്ങളും നേരത്തെ കൈമാറണമായിരുന്നു. സെലക്ഷൻ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ഇതിൽ വന്നിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പിന്നെ കോൺഗ്രസിന്റെ നേതാവ് അധീർ രഞ്ജൻ ചൗധരി. അപ്പൊ രഞ്ജൻ ചൗധരിക്ക് ഇത് കൊടുത്തില്ല നേരത്തെ പഠിക്കാൻ, അതിന് സമയം കിട്ടിയില്ല. അതാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇനി മറ്റൊരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയാം. നമ്മുടെ അടിവസ്ത്ര നിർമ്മാണ കച്ചവടക്കാരനായ സാബു എം ജേക്കബിന് ഒരടി കൂടി കിട്ടി ഇലക്ഷൻ ഉദ്യോഗസ്ഥന്റെ വക. അദ്ദേഹം ചെയ്തൊരു പരിപാടി എന്ന് പറയും, ഇദ്ദേഹത്തെയാണ് നമ്മൾ മാതൃകാ രാഷ്ട്രീയക്കാരനായിട്ട് കാണുന്നത്. 2020 ജനകീയ ഭരണം. എന്താ സാബു എം ജേക്കബ് ചെയ്തത്? കിറ്റക്സ് ഗ്രൂപ്പിന്റെ MD കൂടിയായ സാബു എം ജേക്കബ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം പുള്ളി ഒരു പണി കാണിച്ചു. കിഴക്കമ്പലത്ത് ഒരു മെഡിക്കൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് അവരുടെ വക, ഏത് കിഴക്കമ്പലം മോഡൽ വക, ബോർഡ് വെച്ചു 80 മുതൽ 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാണ് എന്നും പറഞ്ഞ് അവിടെ ബോർഡും വെച്ച് കാമ്പയിന് നടത്തി സോഷ്യൽ മീഡിയയിലും പ്രചരണം ആരംഭിച്ചു. അപ്പൊ പരാതി കൊടുത്തു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തു മറ്റുള്ളവര്. കാരണം ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. നോട്ടിഫിക്കേഷനും വന്ന് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നിട്ട് കാണിക്കുന്ന ഈ പരിപാടി ശരിയല്ല, ഇത് തടയണമെന്ന് പറഞ്ഞിട്ടാണ് ജില്ലാ വരണാധികാരി കൂടിയായ എറണാകുളത്തെ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തത്.
മറ്റുള്ളവർ. ആ പരാതിയിൽ ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ അന്വേഷണം നടത്തി സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അത് പൂട്ടാൻ പറഞ്ഞു. ഇതിനെക്കുറിച്ചുള്ള പരസ്യങ്ങളോ യൂട്യൂബ് ക്യാമ്പയിനോ സോഷ്യൽ മീഡിയ ക്യാമ്പയിനോ ഒന്നും പാടില്ല. അത് മുഴുവൻ വീഡിയോകളോ ചിത്രങ്ങളോ ഉണ്ടെങ്കിൽ എടുത്തു കളയണം എന്ന് കർശന നിർദ്ദേശമാണ് ജില്ലാ കളക്ടറും ഭരണാധികാരിയും ആയ ഒരാൾ കൊടുത്തിരിക്കുന്നത്. സൗഗൻ ജേക്കബ് വലിയ പുള്ളിയല്ലേ? ഇത് ആം ആദ്മി പാർട്ടിയായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട് സ്വയം ഓരോന്ന് ചെയ്യുകയാണല്ലോ ഇപ്പോൾ. അവിടെ 2 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടല്ലോ, ചാലക്കുടിയിലും എറണാകുളത്തും. അപ്പൊ ഇദ്ദേഹത്തിന് മൊറാലിറ്റി എന്താണ്, രാഷ്ട്രീയ ധാർമ്മികത എന്താണ് ഇതൊക്കെ കാണിക്കുന്നത്? ഇദ്ദേഹത്തിന് കോഡ് ഓഫ് കോണ്ടക്ട് അറിയാഞ്ഞിട്ടാണോ? അതിനുള്ള വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ സബു ജേക്കബിന്? അപ്പൊ വീണെടുത്ത് കിടന്ന് ഉരുണ്ടിട്ടൊരു ന്യായം പറഞ്ഞു. എന്താണ് സബു ജേക്കബ് പറഞ്ഞത്? അതെ, ഞാൻ കിറ്റസ് ഗ്രൂപ്പിന്റെ MD എന്ന നിലയ്ക്കാണ് ഈ മെഡിക്കൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത്. കൗണ്ടർ കൊടുത്തു ജില്ലാ ഭരണാധികാരി. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അതൊന്നും ഇവിടെ നടക്കത്തില്ല. നിങ്ങൾ കിറ്റക്സ് ഗ്രൂപ്പിന്റെ MD ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ 2020 രാഷ്ട്രീയ പാർട്ടിയുടെ ചെയർമാനാണ്. അപ്പം നിങ്ങൾ ഈ മെഡിക്കൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ, സൗജന്യ നിരക്കും പറഞ്ഞ് ചെയ്യുമ്പോൾ, നിങ്ങൾ കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. നിങ്ങളൊരു കമ്പനിയുടെ MD എന്ന് പറഞ്ഞ് കൊടുക്കുകയല്ല, നിങ്ങളൊരു രാഷ്ട്രീയ നേതാവായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദേശമാണ് കൊടുക്കുന്നത്. അത് പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ അത്തരം സ്വാധീനങ്ങൾ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാദങ്ങൾ അംഗീകരിക്കുന്നില്ല, ബാക്കി കാര്യങ്ങൾ ഉടനെ നടപടി സ്വീകരിച്ചോണം എന്നുള്ള അന്ത്യശാസനം തന്നെ ജില്ലാ ഭരണാധികാരി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇത്രയും 3-4 സംഭവങ്ങളാണ് ഒരു ദിവസം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്നതും ഇലക്ഷന് തൊട്ടുമുള്ള ഈ ദിവസങ്ങളിൽ വരാനിരിക്കുന്നതും നമ്മുടെ ജനാധിപത്യത്തെ പിടിച്ചു നിർത്താൻ, സംരക്ഷിക്കാൻ ഉതകുന്ന ഇടപെടലുകൾ ഇനിയും ഉണ്ടാകാൻ പോകുന്നു. അത് സ്വദേശത്തും നമ്മുടെ രാജ്യത്തും വിദേശത്തു നിന്നും ഉണ്ടാകും എന്നാണ് ഇപ്പം വരെയുള്ള സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്.